പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ടീച്ചറെ മിസ്സ് ചെയ്യുന്നുണ്ടെന്നോ ആ ടീച്ചറെ തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞതായിട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊരു കഥ പറഞ്ഞു തരാം. ഇഷ്ടമുള്ള ജോലി കഷ്ടപ്പെട്ട് ചെയ്യാൻ എല്ലാവരും റെഡി ആയിരിക്കില്ലേ? അങ്ങനെ ഞാനും റെഡിയാണ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുവേണ്ടി ഞാൻ എത്ര എഫേർട്ട് ഇടാനും തയ്യാറാണ്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഒരു 100% അല്ലെങ്കിൽ 90% ആ കോൺസെപ്റ്റ് മനസ്സിലാവണമെന്നും ഞാൻ കൺഫേം ചെയ്തിട്ടേ ആ ക്ലാസ്സിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങാറുള്ളൂ. പിന്നെ ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടിയത് UK വന്നിട്ടാട്ടോ. എനിക്ക് സ്പോൺസർഷിപ്പോ വിസയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. എനിക്കിനി 1 വർഷം കൂടിയേ വിസയേ ഉള്ളൂ. ബട്ട് ഞാനിവിടെ പാർട്ട് ടൈം ആയിട്ട് ടീച്ചിങ്ങാണ് ചെയ്യുന്നത്. വന്നപ്പോൾ തൊട്ടേ ഞാൻ ടീച്ചിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ ചുരുക്കം അവേഴ്സ് മാത്രമേ ഞാനവിടെ ജോലി ചെയ്യുന്നുള്ളൂ കേട്ടോ. എൻ്റെ ലൈഫിലെ തന്നെ എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാനവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. അപ്പം ഞാൻ കരുതി എൻ്റെ അവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവം ഞാൻ ഷെയർ ചെയ്യാം. കാരണം പിന്നെ എപ്പോഴെങ്കിലും എനിക്കിതെടുത്ത് കാണുമ്പോൾ ആ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കുമല്ലോ. ഈ ഒരു ദിവസം ഞാൻ എൻ്റെ ലൈഫിൽ മറക്കാൻ പോകുന്നില്ല. അതിനെന്താ കാര്യം എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഈ കോളേജിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 20 സ്റ്റുഡൻസാണ് ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവുക. അപ്പോൾ വേൾഡിലെ തന്നെ പല കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസാണ്. ബ്രസീൽ, അർജൻറ്റീന, ചൈന, ജപ്പാൻ, കൊറിയ, പിന്നെ സൗദി, അങ്ങനെ വേൾഡിലെ തന്നെ പല ആഫ്രിക്കൻ കൺട്രീസ്, പല പല രാജ്യത്തു നിന്നുള്ള സ്റ്റുഡൻസാണ് ഞാനിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ക്ലാസ് റൂമാണ്. ഇന്ത്യൻസ് കുറവാണ് കേട്ടോ. ഞാനൊരു 3 മാസത്തോളം ഒരു ബാച്ചിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ ഈ ബാച്ചിനെടുത്ത് വേറൊരു ടീച്ചറിലോട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ കുട്ടികളെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരെന്നെ കണ്ടതും ഒരു കുട്ടി കെട്ടിപ്പിടിച്ചിട്ട് ടീച്ചർ പോകണ്ട, ഞങ്ങളെ ഇത് പഠിപ്പിക്കണം, ഈ ലെസണിൽ പഠിപ്പിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ്. വേറൊരു കുട്ടി ഇരുന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ആൻഡ് ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഐ എം വെരി പ്രൗഡ് അബൌട്ട് മൈ സെൽഫ്. കാരണം ഇതിലും വലിയൊരു ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ നമുക്കിനി ലൈഫിൽ കിട്ടാനില്ല. ഈ ഒരു അനുഭവം എനിക്കിനി കിട്ടുമില്ല. കാരണം ഒരു ടീച്ചർ പോയി എന്ന് പറഞ്ഞൊരു കുട്ടി കരയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ഞാൻ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് എങ്ങനെയായിരുന്നു എന്ന്. എനിക്കറിയാം ഇതൊരു ലെങ്തി വീഡിയോ ആണെന്ന്, ബട്ട് സ്റ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് ഇത് ഷെയർ ചെയ്തതെന്ന് മാത്രം കേട്ടോ. പറ്റാ.